അടുത്ത നമ്മൾ പറയുന്നത് 2 ഡയമെൻഷണൽ അറേ ആണ്. അതായത് മെട്രിക്സസ് ഒക്കെ നിങ്ങൾ മാത്സിൽ കേട്ടിട്ടുണ്ടാവും. അതേ കോൺസെപ്റ്റിന് അറേ ഓഫ് അറേസ് ആൾസോ നോൺ ആസ് 2 ഡയമെൻഷണൽ അറേ. മെട്രിക്സ് എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ടേബിൾ ഓഫ് റോസ് ആൻഡ് കോളംസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ സിന്റാക്സ് ചെറിയൊരു ഡിഫറൻസ് 1 ഡയമെൻഷണൽ ആയിട്ടുണ്ട്. നമ്മൾ 1 ഡയമെൻഷനിൽ കാണിക്കുമ്പോൾ ഒരു സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് റെപ്രസെന്റ് ചെയ്യും. ഒന്ന് റോക്ക് ഫസ്റ്റ് സ്ക്വയർ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് റോ റെപ്രസെന്റ് ചെയ്യാനും സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റ് കോളം റെപ്രസെന്റ് ചെയ്യാനും യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ കാണാൻ പറ്റും ഇനീഷ്യലൈസേഷൻ ഓഫ് 2 ഡയമെൻഷണൽ അറേ. നമുക്ക് വളരെ രീതിക്ക് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസറിനേത് വാങ്ങിക്കാം. കണ്ടോ, നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചറിയാം ഇൻറ്റ് എ ഓഫ് 2 3, അതായത് 2 റോയും 3 കോളം 2/3 മെട്രിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അവരെന്താ ചെയ്തിരിക്കുന്നത് അതില് ആദ്യം 10 11 12 പിന്നെ 14 15 16, അതായത് 2 റോസ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ കേർലി ബ്രേസ് യൂസ് ചെയ്തു. 3 കോളം റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഒരു കേർലി ബ്രേസിനുള്ളിലാണ് വാല്യൂ കൊടുത്തത്. ഇനി അടുത്തത് എ ദെൻ നമ്മുടെ ഇത് റെപ്രസെന്റ് ചെയ്തിട്ടില്ല, റോ എത്ര എണ്ണം പറഞ്ഞില്ല, പക്ഷെ കോളം 3 എണ്ണം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 10 11 12 14 15 16 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ 10 11 12 ഫിൽ ചെയ്ത ശേഷം മാത്രമേ നെക്സ്റ്റ് റോയിലേക്ക് 14 15 16 പോകത്തുള്ളൂ. അങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് അസൈൻ ആവുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ഒരു നമ്മള് അറേ ചെയ്ത പോലെ എങ്ങനെ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് വാല്യൂസ് എടുക്കാം, അതിൽ പ്രിന്റ് ചെയ്യാം എന്നതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു 3/5 അല്ലെങ്കിൽ ഒരു 2/2 മെട്രിക്സ് ചെയ്യണമെങ്കിൽ ഓരോ പോയിന്റ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 വാല്യൂസ് വെച്ച് പറയണം അല്ലെ. അതായത് എനിക്കൊരു ഫസ്റ്റ് റോ ആണ്, ഫസ്റ്റ് കോളം ആണ് എന്ന് പറയാം. ഇപ്പൊ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക 0 1 2 എന്നായിരിക്കും. ആൾറെഡി ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0 എന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് റോയും 5 റെപ്രസെന്റ് ചെയ്യുന്നത് കോളമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ നമ്പറിംഗ് വരിക? 0 1 2 എന്നാണ്. അതേപോലെ കോളം എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? 0 1 2 3 4. അപ്പൊ ഈ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ എനിക്ക് 0 0 എന്നുള്ള ഒരു പോയിന്റ് വേണം. അതായത് 0th റോ 0th കോളം. ഇതോ ഫസ്റ്റ് റോ 0th കോളം, സെക്കൻഡ് റോ 0th കോളം. അങ്ങനെയാണ് ഓരോന്ന് റെപ്രസെന്റ്. അത് മനസ്സിലാക്കാം. അതായത് നമുക്ക് 2 ഡയമെൻഷണൽ അറേയിൽ ഒരു വാല്യൂ കിട്ടണം, ഒരു ഇൻഡെക്സിൽ ഒരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട്? 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്. റോയും കോളം പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് പക്കയായിട്ട് അതിന്റെ വാല്യൂസ് കിട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപ്പോ ഒരൊറ്റ ലൂപ്പ് മതിയായിരുന്നു അതിന്റെ ഉള്ളിൽ കയറി വാല്യൂ നോക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല, 2 ലൂപ്പ് വേണം. അതാണ് എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരിക. അതായത് ഐ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ റോയും ജെ റെപ്രസെന്റ് ചെയ്യുന്നത് കോളമാണ്. അപ്പൊ ഐയും ജെയും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു അറേ പൂർണ്ണമായിട്ട് ഒരു വാല്യൂ അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ജസ്റ്റ് വ്യത്യാസം ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എൻ എ ഓഫ് ഐ ജെ ഐ എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ഇവിടെ നമുക്ക് എന്തൊക്കെ വരും? ഇൻറ്റ് എം കോമ എൻ എ ഓഫ് 20 20, അതായത് 20 റോ 20 കോളം ഐ കോമ ജെ. ഐ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് റോയും ജെ റെപ്രസെന്റ് ചെയ്യുന്നത് കോളമാണ്. അതേപോലെ സൈസ് പറയുന്നത് എം എന്ന് പറയുന്നത് റോയിനെയും എൻ പറയുന്നത് കോളമായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഓർഡർ ചോദിക്കണം അല്ലെ. ഏത് 2/2 ആണോ 3/3 ആണോ? അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്റെ ഓർഡർ ഓഫ് മെട്രിക്സ്, എന്താണ് നിങ്ങളുടെ ഓർഡർ? അപ്പൊ നമുക്ക് 2% എടുത്തു വെച്ചു, എമ്മും എന്നും യൂസിന്റെ വാങ്ങിച്ചു. ഇനി നമ്മൾ റോയിന്റെ ഉള്ളിലേക്ക് കയറി ഓരോ കോളത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. I equal to 0, I less than m, I plus plus. എന്നിട്ട് നമ്മൾ എഗെയിൻ ഉള്ളിൽ കയറി, ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഉള്ളിൽ കയറുന്നു. J equal to 0, J less than n, J plus plus. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ഇങ്ങനെയാണ് ഓരോ വാല്യൂ കയറുന്നത്. ഇങ്ങനെ, അതായത് ഹൊറിസോണ്ടലി ആണ് നമ്മുടെ വാല്യൂസ് കയറുന്നത്. 0ന്റെ വാല്യൂ മാറ്റം വരുത്താണ്ടാണ് ഇത് മൊത്തം റൺ ആവുന്നത്. അതിനുശേഷമാണ് അടുത്ത ഐന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഈ ലൈൻ മൊത്തം ഇൻക്ലൂഡ് ആവുന്നത്. എഗെയിൻ അടുത്തത് അത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത റോയിലേക്ക് ഇൻക്രിമെന്റ് ആവുന്നത്. അപ്പൊ ടോട്ടലി ഇങ്ങനെയാണ് ഹൊറിസോണ്ടലിയാണ് വാല്യൂസ് പോകുന്നത്. അതുകൊണ്ട് ഔട്ടർ ലൂപ്പ് എപ്പോഴും റോ റെപ്രസെന്റ് ചെയ്യാനും ഇന്നർ ലൂപ്പ് എപ്പോഴും കോളം റെപ്രസെന്റ് ചെയ്യാനാണ്. ഫോർ ഐ ഈക്വൽ 0, ഐ ലെസ് ദാൻ എം, ഐ പ്ലസ് പ്ലസ്. J equal to 0, J less than n, J plus plus. എന്നിട്ട് എന്ത് ചെയ്തു? എലമെന്റ് ചോദിക്കുകയാണ് പെർസെന്റേജ് ജി ആംബസെന്റ് എ ഓഫ് ഐ ജെ. ഐ ഓൾറെഡി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? റോ തന്നെയാണ്. ജെ റെപ്രസെന്റ് ചെയ്യുന്നത് കോളമാണ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതുപോലെ എഴുതി. ഇതേ ലൈൻ ഇതേ സാധനം റിപ്പീറ്റ് ചെയ്തിട്ട് സ്കാനഫിന് പകരം പെർസെന്റേജ് ഇട്ട് കൊടുത്ത് ആംബസെന്റ് കളഞ്ഞാൽ നമുക്കത് പ്രിന്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ പ്രോഗ്രാമെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഐ റെപ്രസെന്റ് ചെയ്യുന്നത് റോയാണ്, ജെ റെപ്രസെന്റ് ചെയ്യുന്നത് കോളത്തിനെയാണ്. ഐന്റെ ലിമിറ്റ് നമ്മൾ പറയുന്നത് എം വെച്ചിട്ടാണ്, ജെയുടെ ലിമിറ്റ് നമ്മൾ പറയുന്നത് എൻ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് വാല്യൂസ് അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. നോർമലി എ ഓഫ് ഐ എന്നാണ് നമ്മൾ 1 ഡയമെൻഷനിൽ പറയും. ഇവിടെ എ ഓഫ് ഐ ജെ പറയണം, കാരണം ഐ റോയും ജെത്ത് കോളം. ഓക്കെ, അപ്പോൾ കയറുമ്പോൾ വാല്യൂസ് കയറുമ്പോൾ എപ്പോഴും റോസ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് വെച്ച് കോളം മൊത്തം ഫിൽ ചെയ്ത ശേഷം മാത്രമാണ് നെക്സ്റ്റ് റോയിലേക്ക് മൂവ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.